അത് പണ്ട് കാലത്തിന് ചൊല്ലുണ്ട്, എരണം കെട്ടാൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ രോഗം വന്നു, നിപ. കോവിഡ് ലോകം മുഴുവൻ ഉണ്ടായതാണെന്ന് വിചാരിക്കും. ഈ നിപ കേരളത്തിൽ മാത്രമാണ് ഉണ്ടായി, പ്രത്യേകിച്ച് മലബാർ ഭാഗം. അതിനെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് വവ്വാലാണ് അത്ര ഇത് പരത്തുന്നത്, നിപ എന്നുള്ള രോഗം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ? എന്താ ഇപ്പൊ മാത്രം ഈ രോഗം പരത്താൻ? അതാ പറഞ്ഞത്, ഭരിക്കുന്നവൻ ചുവല്ലെങ്കിൽ ഇതങ്ങനെ പല അനർത്ഥങ്ങളും നാട്ടിൽ സംഭവിക്കും. നമസ്കാരമുണ്ട്. നമ്മൾ ഈ മലയാളികൾ എത്ര സുഹൃതം ചെയ്തവരാണ്, മഹാഭാഗ്യവന്മാരാണെന്ന് നോക്കി. നമ്മുടെ നാട്ടിലെ ഈ മഹാമാരികളൊക്കെ, ഈ കൊറോണയും ഈ നിപ്പയൊക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ മുരളീധരൻ സാർ അന്നേ പറഞ്ഞിട്ടുണ്ട്, നാട് ഈ എരണം കെട്ടവരും ചൊവ്വില്ലാത്തവരൊക്കെ ഭരിക്കുമ്പോൾ നാട് മുടിഞ്ഞു പോകും, ഇത്തരം മഹാമാരികളൊക്കെ നമ്മുടെ നാട്ടിൽ പടരുമെന്ന് അന്നേ മുരളീധരൻ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് പിണറായി വിജയനും ശൈലജ ടീച്ചറും പിന്നെ വീണ ജോർജൊക്കെ ആയിരുന്നല്ലോ. അപ്പം അവരൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ടായിരുന്നു അത്രേ അന്ന് ഈ നിപ്പയൊക്കെ വന്നിരുന്നത്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ആരോഗ്യമന്ത്രിമാരായിരുന്ന ശൈലജ ടീച്ചറും വീണ ജോർജൊക്കെ നമ്മളോട് എന്താ മലയാളികളോട് പറഞ്ഞത്? ഈ രോഗം നിപ്പ പടർത്തുന്നത് ഒരുതരം വവ്വാലുകളാണ്, വളരെ കരുതിയിരിക്കണം, എവിടുന്നെങ്കിലും കിട്ടുന്ന പഴങ്ങളൊന്നും അങ്ങനെ കടിച്ച് തിന്നരുത്, അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കണം, വളരെ കരുതലോടെ ഇരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ചില പ്രോട്ടോക്കോളുകളൊക്കെ വളരെ നിശ്ചയിച്ചു. കാരണം അത് പെട്ടെന്ന് പടർന്നു കഴിഞ്ഞാൽ ജീവൻ അപായപ്പെടുത്തുന്ന ഒരു രോഗമാണ്, അതിൻ്റെ സർവൈവൽ റേറ്റ് വളരെ കുറവാണെന്നൊക്കെ മലയാളികളോട് പറഞ്ഞപ്പോൾ ഇതേപോലെ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ ഒരു മന്ത്രിയാണ് കേട്ടോ. അദ്ദേഹം കൂടെ ഈ കാര്യമൊന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് പറഞ്ഞതാണ് കേട്ടോ, അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആ മന്ത്രിമാരുടെ ഒരു യോഗ്യത, എന്ത് മഹാഭാഗ്യവന്മാരാണ് നമ്മളെന്നറിയാൻ, നമ്മൾ സുഹൃതം ചെയ്തവരാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് അനുഭവപ്പെടും. അതും കൂടെ ഒന്ന് മലയാളികളൊന്ന് കേട്ടു നോക്കൂ. നിപ്പയുടെ ഉറവിടം ആരാണ്? വവ്വാലാണെങ്കിൽ കുറ്റിയാടി മാത്രമേ വവ്വാലിനുള്ളൂ. ഇവിടെ വവ്വാല് കുറ്റിയാടിയിലുള്ളൂ, ലോകത്തുള്ള വവ്വാലില്ലേ? ഏതൊക്കെ ഭാര്യ വെറും ബഹളം വാങ്ങുന്ന വീട്ടിൽ വവ്വാലിരിക്കുന്നത്. വീട്ടിലൊക്കെ പരിസരത്ത് ഉള്ള വവ്വാലുണ്ട്, ആന വീട്ടിലില്ലാത്തത്. ഈ വവ്വാലാണെങ്കിൽ കുറ്റിയടിക്കുന്ന വവ്വാല് മാത്രമേ ഈ നിപ്പുള്ളൂ. നിപ്പ വന്നത് നിങ്ങൾ പറയുമ്പോ ബാക്കിയുള്ളത് വവ്വാലാണ് ഉറവിടമെങ്കിൽ കുറ്റിയാടി മാത്രം എങ്ങനെയാണ് വരുന്നത്? ഈ നേതാവിനെയും നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സുപരിചിതമായിരിക്കും, വളരെ ഫേമസ് ആണ്. ഇതിനു മുമ്പും പലതും പറഞ്ഞ് ജനപ്രീതി നേടിയ ഒരാളാണ് അദ്ദേഹം. ഭാഗ്യം കൊണ്ട് ഇപ്പം നമ്മുടെ ഒരു വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ നിപ്പ ഈ പാപം വവ്വാലുകളാണോ പടർത്തുന്നത്? എന്താ ഈ കുറ്റിയാടി ഭാഗത്തുള്ള വവ്വാലുകൾക്ക് മാത്രം ചില പ്രത്യേകത, അവർ മാത്രം ഈ നിപ്പ വൈറസ് കച്ചവടം നടത്തുന്നവരാണോ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വന്ന് സംസാരിച്ച അദ്ദേഹവും ഇന്ന് ഇപ്പോൾ കോഴിക്കോട് ഇപ്പം UDFൻ്റെ മന്ത്രിസഭ ഭരണം നടത്തുന്ന ഈ സുവർണ കാലഘട്ടത്തിൽ നിപ്പ കൊണ്ടുവന്നു അത്രേ. പാവം ആ വവ്വാലുകൾ ചിലപ്പോൾ മനസ്സിലാക്കി കാണില്ല. പിണറായി വിജയൻ സ്ഥാനമൊഴിഞ്ഞ് ഈ നമ്മുടെ ഈ പൂക്കി മന്ത്രിസഭ അധികാരമേറ്റ കാര്യം മനസ്സിലാക്കി കാണില്ല. അപ്പോൾ ഒരു പക്ഷേ ഭരണമാറ്റം അറിയാതെ വന്നു ചേർന്നതാകും പഴയ കാലമാണ്, അതായത് എരണം കെട്ടവർ ഭരിക്കുന്ന സമയമാണെന്ന് വിചാരിച്ചു കാണും. അതോ ഇനി ഈ വവ്വാലുകൾക്കൊരു പ്രത്യേക സിദ്ധിയുണ്ടോ? എരണം കെട്ടവരെ തിരിച്ചറിയാൻ മാത്രം ജ്ഞാനശക്തി ഉണ്ടായാൽ ഇപ്പോൾ ഉള്ളവരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഒരു പക്ഷേ വവ്വാലുകൾക്ക് മനസ്സിലായി കാണൂ എന്ന് നമുക്കറിയില്ല. ഈ സോഷ്യൽ മീഡിയ ബിരുദന്മാരുണ്ടല്ലോ, അവർ ഈ അവസരം കാത്തിരിക്കുകയല്ലേ. അവർ ഈ നേതാക്കളെ ഈ പഴയ പ്രസംഗങ്ങളൊക്കെ തേടിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. അത് കണ്ടപ്പോൾ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ, അയ്യോ ഇങ്ങനെ ചില പഴയ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മുടെ മുരളീധരൻ സാറിനോട് ഇവരങ്ങ് ചോദിച്ചു. മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യം കേട്ട് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി അങ്ങ് ചമ്മിപ്പോയി കാണുന്നു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കും. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിൻ്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. ഈ പുതിയ ആരോഗ്യമന്ത്രി നമ്മുടെ മുരളീധരൻ സാറിൻ്റെ ഈ പ്രതികരണം കേട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ തോന്നിയത്? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് പറയാണ്,
ഈ ബാക്കിലെ ഈ സിമ്പിൾ കണ്ടില്ലേ? ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രതിനിധിയായ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അന്ന് പ്രതിപക്ഷത്തിരുന്ന മുരളീധരൻ സാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അന്ന് ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ ഈ മാധ്യമപ്രവർത്തകരുടെ മുന്നിലിരുന്നത് എരണം കെട്ടവരാണ് എന്നല്ലേ സാറ് പറഞ്ഞിരുന്നത്? എരണം കെട്ട ഭരണാധികാരികളുള്ളപ്പോഴാണ് ഈ രോഗം പടരുക എന്നല്ലേ പറഞ്ഞത്? അന്ന് അവർ നമ്മുടെ ആരോഗ്യമന്ത്രിമാരായിരുന്നില്ലേ? ഇന്നെങ്ങനെ സാർ ആരോഗ്യമന്ത്രിയും അവർ എരണം കെട്ടവരുമായിരുന്നത്? അപ്പോൾ ഇന്ന് ഇങ്ങനെ പറയിപ്പിച്ചത് കാലം കാത്തുവെച്ച നീതിയായിരിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ തോന്നുന്നത്. ഇതും മലയാളി കാണട്ടെ പഠിക്കട്ടെ എന്നല്ലാതെ നമ്മൾ എന്ത് പറയാൻ. അപ്പോൾ നമുക്ക് ഈ മുരളീധരൻ സാർ പണ്ട് പറഞ്ഞ അതേ വാചകം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വവ്വാലുകളുണ്ടല്ലോ, അവരൊന്നും അക്കാലത്ത് ഈ നിപ്പ പടർത്തിയിരുന്നില്ലല്ലോ. ഇപ്പോൾ മാത്രം എന്തേ ഇത് പടർത്താൻ? അതേ ചോദ്യം നമുക്ക് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോടും അങ്ങ് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.